കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 105 പേരാണ് മരിച്ചിട്ടുള്ളത്. കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടമാണ് ഇത്. ഇതിനു മുമ്പ് ഉണ്ടായ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടം 1952-ൽ ശബരിമലയിൽ ഉണ്ടായതാണ്. അന്ന് 58 പേരാണ് മരിച്ചത്. ഇന്ന് അതിന്റെ ഇരട്ടിയോളം പേർ മരിച്ചിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ന് പുലർച്ചെ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടം. ഈ വെടിക്കെട്ട് നടത്താൻ അവിടെ നടന്നത് വെടിക്കെട്ട് മാത്രമായിരുന്നില്ല, കമ്പക്കെട്ട് മത്സരമായിരുന്നു. ഇതിന് നേരത്തെ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. ഈ നിരോധന ഉത്തരവ് മറികടന്നാണ് അവിടെ വെടിമരുന്നുകൾ സൂക്ഷിച്ചത്. അതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. 105 പേർ മരിക്കുകയും 200-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഇപ്പോഴും നിരവധി പേരുടെ നില ഗുരുതരമാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് കരുതേണ്ടത്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നിരവധി പേരെ പോലീസും രക്ഷാപ്രവർത്തകരും ഫയർഫോഴ്സും ചേർന്ന് പുറത്തെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി അൽ അമീൻ ഉണ്ട് സംഭവസ്ഥലത്ത്. അമീൻ, രക്ഷാപ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അമീൻ, കേൾക്കാമെങ്കിൽ. പറവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 105 പേരാണ് കൊല്ലപ്പെട്ടത്. 200-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നിരോധന ഉത്തരവ് മറികടന്നാണ് ക്ഷേത്രത്തിന് സമീപം വെടിമരുന്നുകൾ സൂക്ഷിച്ചത്. കമ്പക്കെട്ട് മത്സരം നടത്താനാണ് ഈ വെടിമരുന്നുകൾ എത്തിച്ചത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പോലീസും മറ്റ് അധികൃതരും ഇവിടെ കമ്പക്കെട്ട് മത്സരം നടത്തുന്നത് അപകട കാരണമാകുമെന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ കളക്ടർ ഷൈന മോൾ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലം സന്ദർശിക്കും. ബിജെപി അധ്യക്ഷൻ അമിത്ഷാ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി അല്പസമയത്തിനകം സന്ദർശിക്കുമെന്നാണ് വിവരം. പരിക്കേറ്റവരെ ഏറ്റവും കൂടുതൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്യാം ആർ ബാബു ഉണ്ട്. ശ്യാം, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അജിൻസ്, കൊല്ലം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നവരുടെ മൃതശരീരങ്ങൾ ഇപ്പോൾ ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ 12 മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത്. അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇനി 16 മൃതശരീരങ്ങൾ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. അതിന്റെ പരിശോധന നടന്നു വരികയാണ്. അവരുടെ ബന്ധുക്കളെ അടക്കം ഉൾപ്പെടെ കാണാതായതെന്ന് പരാതിയുമായി എത്തിയിരിക്കുന്നവരുടെ അടക്കം നിർത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് തുടരുന്നത്. മാത്രമല്ല, ശരീര അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അവിടെ ചിന്നിച്ചിതറി കിടന്നതാണ്. അവിടെ ഇവിടെ കൊല്ലം ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മൊത്തം 123 പേരെ ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇതിൽ പകുതിയോളം തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്തിരുന്നു. 55 പേരെ കൊല്ലം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിൽ, അതായത് സ്വകാര്യ ആശുപത്രികളായ കൊട്ടിയം, ഹോളി ക്രോസ്, അതുപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റി, നീയന്നൂർ അഫീസിയ മെഡിക്കൽ കോളേജ് തുടങ്ങിയ അവിടെ സ്ഥലങ്ങളിൽ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരം അവിടെ നിന്നുള്ള മൃതശരീരങ്ങൾ, അതായത് അവിടെ മരണം റിപ്പോർട്ട് ചെയ്ത കൊണ്ടുവന്നിരുന്ന മൃതശരീരങ്ങൾ അത് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് പോസ്റ്റ്മോർട്ടം നടപടിക്കായിട്ട്. ഇവരെ ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പരിക്കേറ്റവരെ നേരിൽ കാണുന്നുണ്ട്. അവരുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ബന്ധുക്കൾ ധാരാളം പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ ധാരാളം പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. കാണാതായെന്ന പരാതിയുമായി എത്തിയവരും വന്നിട്ടുണ്ട്. അതായത് ജനറൽ ആശുപത്രിയുടെ പരിസരം ഏതാണ്ട് 500-ലധികം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെ വലിയ ഒരു തിരക്ക്. ശരി ശ്യാം, മുഖ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ ശ്യാം നൽകിയത്. ശ്യാം, തീർച്ചയായും മുഖ്യമന്ത്രി ബന്ധുക്കളുമായി സംസാരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഞാൻ ശ്യാമിലേക്ക് മടങ്ങിയെത്താം. അമീനുണ്ട് സംഭവസ്ഥലത്ത് നിന്ന്. അമീൻ, സംഭവസ്ഥലം ഇപ്പോൾ ആരൊക്കെയാണ് സന്ദർശിച്ചത്? എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അജിൻസ്, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ BJP നേതാവ് രാജഗോപാൽ, KPCC അധ്യക്ഷൻ VM സുധീരൻ തുടങ്ങിയ നിരവധി പേർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഉദ്യോഗസ്ഥ പ്രമുഖരും ഒക്കെ തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താനും പ്രാഥമിക വിലയിരുത്തലുകൾക്കുമായി അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും പറയുന്നത് തീർത്തും അപലപനീയമായിട്ടുള്ള സംഭവം തന്നെയാണ്. വ്യക്തമായിട്ടുള്ള നിയമലംഘനം ഇതിൽ പ്രകടമാണ്. ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു
അറിയിച്ചിട്ടും ക്ഷേത്ര ഭരണസമിതിയും ബന്ധപ്പെട്ടവരും നടത്തിയ ഈ ഒരു പ്രവർത്തനം അത് അംഗീകരിക്കാനാവില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് എല്ലാവരും നടത്തുന്നത്. മാത്രമല്ല പരിക്ക് പറ്റിയവർക്കും മറ്റും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ എല്ലാ തലത്തിലും സംവിധാനം ചെയ്തിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഒരുക്കങ്ങളും സംവിധാനങ്ങളും ആ നിലയിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും സമാന്തരമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് തലത്തിലാണ് വീഴ്ച പറ്റിയത്, ആർക്ക് വീഴ്ച പറ്റിയതെന്നുള്ള കാര്യത്തിൽ. കാരണം ജില്ലാ ഭരണകൂടം ഇതിന് അനുമതി നിഷേധിച്ചു. എന്നിട്ടും ക്ഷേത്ര ഭരണസമിതി ഇത് നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിൽ ക്ഷേത്ര ഭരണസമിതിക്ക് മാത്രമാണോ ബന്ധമുള്ളത്, അതോ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ജില്ലാ ഭരണകൂടത്തിനടക്കം ഇതിൽ പങ്കുണ്ടോ എന്ന തരത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള വ്യക്തമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരം 3 മണിക്ക് കൊല്ലത്ത് ചേരുന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ചയാകും. ഒരുപക്ഷെ ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ ഈ മന്ത്രിമാരുമായുള്ള യോഗത്തിൽ പങ്കെടുത്തേക്കാം. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിട്ടും ഈ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത് പോലീസുകാർ അറിഞ്ഞിട്ടില്ലേ, അതോ അറിഞ്ഞിട്ടും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്താണോ, നടപടികൾ സ്വീകരിക്കാത്താണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങളായി പലരും ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം ആ അന്വേഷണത്തിൽ കേന്ദ്രീകരിക്കപ്പെടും. ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും അന്വേഷണങ്ങൾ നടക്കുക. ഏതായിരുന്നാലും സംസ്ഥാനത്ത് നടുക്കിയ ഒരു ദുരന്തത്തിൽ സാക്ഷികളായി അല്ലെങ്കിൽ ആ ഒരു പരിസരത്തേക്ക് ഇപ്പോൾ ജനസഞ്ചയം ഒഴുകിയെത്തുകയാണ്. ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർ രാവിലെ മുതൽ ഇങ്ങോട്ടുള്ള ജനങ്ങളെ പോലീസും മറ്റും നിയന്ത്രിച്ചിരുന്നു. കാരണം ഇവിടെ നിന്ന് പരിക്ക് പറ്റിയവരെയും മറ്റും മാറ്റേണ്ടതുണ്ടായിരുന്നു. മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ, ഭൗതിക ശരീരങ്ങൾ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു. മറ്റു തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഇവിടേക്കും കടക്കുന്നതിൽ നിന്ന് എല്ലാവരെയും തടഞ്ഞിരുന്നു. പോലീസിന്റെ ഇവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളും മറ്റും പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് കടത്തിവിട്ടിരിക്കുന്നത്. ഒരു ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് ഇവിടേക്ക് കാണാൻ സാധിക്കുന്നത്. അമീൻ ദയവായി തുടരുക. ഞാൻ അമീനിലേക്ക് മടങ്ങിയെത്താം. കഴക്കൂട്ടത്ത് വെടിക്കെട്ട് കരാറുകാരന്റെ വീട്ടിൽ പോലീസ് ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ്. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ടിന് കരാർ ഏറ്റെടുത്തിരുന്നയാളുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. സുരേന്ദ്രൻ എന്നയാളാണ് കരാറുകാരൻ. ഈ സുരേന്ദ്രൻ വെടിക്കെട്ട് അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. വിവരങ്ങളുമായി കെ സജീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സജീഷ്, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അജിംഷ, ഇപ്പോൾ ഈ പരവൂരിൽ കമ്പക്കെട്ട് മത്സരത്തിൽ കരാർ ഏറ്റെടുത്ത ആളുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇയാളുടെ വീട് കഴക്കൂട്ടത്താണ്. മരിച്ച സുരേന്ദ്രൻ കരാറുകാരനല്ല, അദ്ദേഹത്തിന്റെ മകൻ ഉമേഷാണ് കരാറുകാരൻ. ഉമേഷിനും ഈ ദുരന്തത്തിൽ പരിക്ക് പറ്റി ചികിത്സയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സുരേന്ദ്രൻ അപകടത്തിൽ മരിച്ചു കഴിഞ്ഞു. ഇയാളുടെ വീട്ടിലാണ് അല്പം മുമ്പ് പോലീസ് റെയ്ഡ് നടത്തിയത്. ഈ കഴക്കൂട്ടത്തുള്ള വീട്ടിലും തൊട്ടടുത്തുള്ള ഗോഡൌണിലുമാണ് റെയ്ഡ് നടന്നത്. വലിയ തോതിലുള്ള സ്ഫോടക ശേഖരം ഇവിടെ നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 8 പെട്ടിയോളം മാലപ്പടക്കങ്ങളും 5 പെട്ടിയോളം ഗുണ്ടുകളും ഇവിടുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർക്ക് ഈ സ്ഫോടക വസ്തുക്കൾ, പടക്കങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഉൽപാദന കേന്ദ്രം ആറ്റിങ്ങലാണുള്ളത്. പക്ഷേ എത്രത്തോളം സ്ഫോടക വസ്തുക്കൾ ഇവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, ആ ലൈസൻസിന്റെ ഘടന എങ്ങനെയാണ് എന്നത് ലൈസൻസിന്റെ കോപ്പി ലഭിച്ചതിന് ശേഷം മാത്രമേ വ്യക്തമാവൂ. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ ഓഫീസിൽ പോയ ശേഷം ഈ ലൈസൻസ് കോപ്പി കണ്ടെത്തിയ ശേഷമാണ് ഇവർ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുകയും ശേഖരിക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും വലിയ തോതിലുള്ള റെയ്ഡുകൾ ജില്ലയുടെ പല ഭാഗങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിലും ഉത്സവ സീസൺ കൂടിയാണത്. അതുകൊണ്ട് പല ക്ഷേത്രങ്ങളിലേക്കും വലിയ തോതിലുള്ള വെടിക്കെട്ടുകൾ നടത്താൻ വേണ്ടി സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിൽ കൂടി പോലീസ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നുണ്ട്. അജീഷ്, സജീഷ്, ഈ കരാറുകാരൻ എന്ന് പറയുമ്പോൾ വെടിക്കെട്ട് നടത്താൻ ചുമതലപ്പെടുത്തിയ ആളാണോ, അതോ വെടിമരുന്ന് അവിടെ എത്തിക്കാൻ ചുമതലപ്പെടുത്തിയ ആളാണോ? അജിംഷ, ഈ സാധാരണഗതിയിൽ വെടിക്കെട്ട് നടത്തുന്ന സമയത്ത് 2 രീതിയിലുണ്ട്. ഒന്ന്, സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ പടക്കങ്ങൾ അവിടെ എത്തിക്കുക. അതിനുശേഷം ക്ഷേത്ര ഭാരവാഹികൾ ചുമതലപ്പെടുത്തുന്ന ഒരാൾ ഈ വെടിക്കെട്ട് നടത്തുക. അതല്ല എങ്കിൽ കരാറുകാർ ഈ 2 പ്രവൃത്തികൾ ചെയ്യും. ഇതിൽ ഇവർ തന്നെയാണോ ഈ വെടിക്കെട്ട് നടത്തിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഏതായാലും ഇതിൽ കരാർ നൽകിയ 2 പേരാണുള്ളത്. ഈ കരാർ ഒരാൾക്ക് മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കരാറുകാരന്റെ പേരാണ് ഉമേഷ്. പക്ഷേ ഈ രണ്ടാമത്തെ വ്യക്തിക്ക് കരാർ നൽകിയ കാര്യം ക്ഷേത്ര ഭാരവാഹികൾ മനഃപൂർവ്വം മറച്ചുവെച്ചു എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായിട്ടുള്ളത്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അതിന്റെ ഉത്തരവ് നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ കമ്പക്കെട്ട് മത്സരത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. ആചാരപരമായ രീതിയിലുള്ള വെടിക്കെട്ട് എല്ലാ വർഷവും കുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഇത്തവണ
കമ്പക്കെട്ട് മത്സരമാണ് നടക്കുന്നത്. വെടിക്കെട്ട് മത്സരത്തിന് അനുമതി നൽകണം എന്ന അപേക്ഷയാണ് ക്ഷേത്ര ഭാരവാഹികൾ നൽകിയത്. പിന്നീട് തഹസിൽദാരും കൊല്ലം ജില്ലാ പോലീസ് മേധാവിയും പരവൂർ SIയും ഉൾപ്പെടെയുള്ളവർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇവിടെ ആചാരപരമായ വെടിക്കെട്ട് മാത്രമല്ല അതിൽ കൂടുതൽ തീവ്രത, അതായത് 12 കിലോ സ്ഫോടക വസ്തുക്കളാണ് സാധാരണ അനുവദനീയമായ വെടിക്കെട്ടുകൾ നടത്തുന്നതിനുള്ള പരിധി. എന്നാൽ കമ്പക്കെട്ട് മത്സരങ്ങളിൽ ഈ 12 കിലോ സ്ഫോടക വസ്തുക്കളേക്കാൾ എത്രയോ ഇരട്ടി സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീവ്രത കൂടുതലായിരിക്കും, അപകട സാധ്യതയും വളരെയധികമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ അപേക്ഷ ജില്ലാ ഭരണകൂടം നിരസിക്കുകയും കമ്പക്കെട്ട് നടത്താൻ അനുമതി ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷവും ഇവിടെ കമ്പക്കെട്ട് നടന്നു, വലിയ ദുരന്തം നടന്നു. ആചാരപരമായ രീതിയിൽ വെടിക്കെട്ട് മാത്രമാണ് നടത്തുന്നത് എന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുമതി വേറെ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ശരി സജീഷ്, ഒരു കാര്യം കൂടി, ഈ മത്സരക്കമ്പത്തിൽ 2 കക്ഷികളാണ് പങ്കെടുത്തത് എന്നാണ് ഈ കളക്ടറുടെ ഉത്തരവിൽ സൂചിപ്പിക്കുന്നത്. ഒന്നൊരു അനാർക്കലിയും മറ്റൊന്നൊരു ഉമേഷ് കുമാറും. ഈ 2 കക്ഷികൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ളൂ. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? അജിംസ്, ഇക്കാര്യത്തിൽ മത്സര കമ്പക്കെട്ട് എന്നത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം നിലവിൽ ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ അപേക്ഷയിൽ ഒരു അനാർക്കലി എന്ന സ്ഥലത്തുള്ള ഒരു കരാറുകാരി മാത്രമാണ് അപേക്ഷയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിനുശേഷമാണ് ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് ഒരു കരാറുകാരനും കൂടി ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷേ ക്ഷേത്ര ഭാരവാഹികൾ മനഃപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നു. അത് മറച്ചുവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നിൽ കൂടുതൽ കരാറുകാർ ഉണ്ടാകുമ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു വെടിക്കെട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്താൻ പോകുന്നു എന്ന് തന്നെയാണ് അതിന്റെ സൂചന. അത് മറച്ചുവെക്കാൻ വേണ്ടിയാണ് പതിവിലുള്ള ഒരു കരാറുകാരൻ മാത്രമേ ഉള്ളൂ എന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത്. ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഒരാൾ കൂടി ഉണ്ട്. ഇതിൽ കൂടുതൽ പേർ കരാറുകാർ ഉണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും വലിയ അനുമതി നിഷേധിച്ച ശേഷവും വലിയ തോതിലുള്ള നിയമലംഘനം നടന്നു, കമ്പക്കെട്ട് മത്സരം നടന്നു, ദുരന്തമുണ്ടായി. ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ക്ഷേത്ര ഭാരവാഹികളുടെയും കരാറുകാരുടെയും ഭാഗത്തുണ്ടായി എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശരി സജീഷ്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് രക്തം ആവശ്യമുണ്ട്. എല്ലാ ഗ്രൂപ്പ് രക്തങ്ങളും ഇപ്പോൾ ആവശ്യമാണ്. സന്നദ്ധരായവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടണം. വിവരങ്ങളുമായി മുഹാജിർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മുഹാജിർ, എത്ര അളവ് രക്തം വേണ്ടിവരും? അജിംസ്, 101 പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചത്. ഇതിൽ 13 പേർ ഇതിനകം മരിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ ചികിത്സ പുരോഗമിക്കും. അതായത് 88ഓളം പേർ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. ഇതിൽ ഏതാണ്ട് 10ഓളം പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവിടെ ഓപ്പറേഷൻ അടക്കമുള്ള ചികിത്സാ നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേര് ഇനിയും രക്തം ദാനം ചെയ്യാൻ തയ്യാറുള്ളവർ മെഡിക്കൽ കോളേജിൽ എത്തണമെന്നാണ് മെഡിക്കൽ കോളേജ് PRO അറിയിച്ചത്. അതനുസരിച്ചാണ് എല്ലാ മാധ്യമങ്ങളിലൂടെയും ഈ രീതിയിലുള്ള വിവരം നൽകാനും അവർ ആവശ്യപ്പെട്ടു. അതനുസരിച്ചാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വിവരം ജനങ്ങളെ അറിയിക്കുന്നത്. ഏത് ഗ്രൂപ്പായാലും പ്രശ്നമില്ല. രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി രക്തം ഏതായാലും ആവശ്യമുണ്ട്. കാരണം 88ഓളം പേർ ഇപ്പോൾ അവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു, ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനകം തന്നെ ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞ ശേഷം. ശരി മുഹാജിർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് അടിയന്തരമായി രക്തം ആവശ്യമുണ്ട്. ആ വിവരങ്ങളാണ് മുഹാജിർ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ സന്ദർശനം നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്ത് എത്തും എന്നാണ്, സംഭവസ്ഥലം സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കാനായി എത്തിയിരിക്കുന്നു. വെടിക്കെട്ടപകടം സംബന്ധിച്ച് കൂടുതൽ നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. വെടിക്കെട്ടിന് കരാറെടുത്തിരുന്ന ഉമേഷ് കുമാറിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. ഉമേഷ് കുമാറിന്റെ പിതാവ് സുരേന്ദ്രൻ വെടിക്കെട്ടപകടത്തിൽ മരിച്ചിരുന്നു. ഉമേഷ് കുമാറിന് എത്രമാത്രം വെടിമരുന്നുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ലൈസൻസ് ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവിനെ മറികടന്നാണ് വെടിക്കെട്ട് നടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ആ ഉത്തരവിൽ നടത്തുന്നത് വെടിക്കെട്ട് മാത്രമല്ല, കമ്പക്കെട്ട് മത്സരമാണ് എന്ന വിവരം ക്ഷേത്രം ഭാരവാഹികൾ മനഃപൂർവ്വം മറച്ചുവച്ചിരുന്നു എന്ന് ജില്ലാ കളക്ടർ
അന്വേഷണ ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവ് നിലനിൽക്കെ ഇത്തരത്തിൽ കമ്പക്കെട്ട് മത്സരം നടത്തിയ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി കൊല്ലത്ത് ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരും. ആ മന്ത്രിസഭായോഗത്തിൽ ആർക്കാണ് എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചത് എന്ന കാര്യം വിശദമായി ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇപ്പോൾ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കുകയാണ്. വിവരങ്ങളുമായി റഹീസ് റഷീദ് ഉണ്ട്. റഹീസ്, എന്താണ് വിവരങ്ങൾ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും മരിച്ചതിനു ശേഷം മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ കാണാനും കൂടിയാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയത്. അദ്ദേഹത്തിന് ഇന്ന് ഇതല്ലായിരുന്നെങ്കിൽ തന്നെ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു ബിജെപിയുടെ രാഷ്ട്രീയ ചടങ്ങുണ്ടായിരുന്നു. അതിന് അദ്ദേഹം ഇതല്ലായിരുന്നെങ്കിലും എത്തുമായിരുന്നു. പക്ഷേ ഇന്നത്തെ പരിപാടി റദ്ദ് ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ എത്തിയത്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. ഒപ്പം ബിജെപിയുടെ സംസ്ഥാന നേതാക്കളൊക്കെ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ട്. ഇതിനിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം 89 എന്നത് 90 ഉയർന്നിട്ടുണ്ട്. ഒരാളെ മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. മൊത്തം 90 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരവൂർ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എത്തിച്ചിരിക്കുന്നു. ഇതിൽ 11 പേർ മരിച്ചു, 2 പേരെ തിരിച്ചറിഞ്ഞു. 9 പേരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളിൽ 13 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും അൽ അമീൻ ഉണ്ട് സംഭവസ്ഥലത്ത് നിന്ന്. അമീൻ, എന്താണ് പുതിയ വിവരങ്ങൾ? അജിൻസ്, ഇവിടെ ഇപ്പോൾ ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് സംഭവ സ്ഥലത്തേക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ ജനങ്ങളെ അങ്ങോട്ട് നിയന്ത്രിച്ചിരുന്നു സുരക്ഷാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പരിക്കേറ്റവരെയും മരിച്ചവരെയും ഇവിടെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി പൊതുജനത്തെ പരിസരവാസികളെ ഇങ്ങോട്ട് നിയന്ത്രിച്ചിരുന്നു. എന്നാൽ അതെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ ഇങ്ങോട്ട് പ്രവേശനം അനുവദിച്ചതോടെ ഒരു ജനസഞ്ചയം തന്നെയാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പല രാഷ്ട്രീയ പ്രമുഖർ അതോടൊപ്പം തന്നെ മന്ത്രിമാർ തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. ഇപ്പോൾ ചലച്ചിത്ര താരവും പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ജഗദീഷ് സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ മുകേഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല വൈകുന്നേരം ഇവിടെ ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി എത്തുന്നു എന്നറിഞ്ഞതോടുകൂടി നിരവധി പേർ ഇവിടേക്ക് ഒഴുകി എത്തുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ സുരക്ഷാ പ്രശ്നങ്ങളും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം പോലീസുകാരും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഈ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് മുകളിലൂടെയും കെട്ടിട അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെയും നിരവധി പേർ കയറിയിറങ്ങുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്പപ്പുര അത് കോൺക്രീറ്റിൽ തീർത്ത ഒരു കെട്ടിടമായിരുന്നു. അതാണ് തകർന്നു വീണത്. അതിനിടയിൽ കമ്പികളും മറ്റും തൂർത്തിരിക്കുന്നു, കല്ലുകൾ മുഴുവൻ ഇളകിയിരിക്കുന്നു. ഇതിന് മുകളിലൂടെ അശ്രദ്ധമായി കൊണ്ട് ജനങ്ങൾ ഇപ്പോൾ തള്ളിക്കയറുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരും മറ്റും എത്തുമ്പോൾ ഒരു നിയന്ത്രണാതീതമായിട്ട് ഇവരുടെ ഒരു പ്രവേശനവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ സംവിധാനങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഏതായിരുന്നാലും നിരവധി പേർ ഇപ്പോൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തും മറ്റ് ശരി അമീൻ, ദയവായി തുടരുക. ഞാൻ അമീനിലേക്ക് മടങ്ങിയെത്താം. കൊല്ലത്തെ വെടിക്കെട്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനായി നാവികസേനയുടെ 2 ഡോണിയർ വിമാനങ്ങളും 2 ഹെലികോപ്റ്ററുകളും 3 കപ്പലുകളും കൊച്ചിയിൽ നിന്ന് അടിയന്തരമായി കൊല്ലത്തേക്ക് പോകും. വിവരങ്ങളുമായി സനൂപ് ശശിധരനുണ്ട് കൊച്ചിയിൽ നിന്ന്. സനൂപ്, വിവരങ്ങൾ. നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ 2 ഹെലികോപ്റ്ററുകളും ഒപ്പം 2 ഡോർണിയർ വിമാനങ്ങളും അടിയന്തരമായി തന്നെ കൊല്ലത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. 9 അംഗങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ ഇപ്പോൾ തന്നെ യാത്ര തിരിച്ചു കഴിഞ്ഞു. അതിൽ 3 ഡോക്ടർമാരടക്കമാണ് ഉള്ളത്. ഓരോ വിമാനത്തിലും 3 ഡോക്ടർമാരും ഒപ്പം തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളടക്കം 9 അംഗ സംഘമാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. ഒപ്പം തന്നെ കൊച്ചിയിൽ ഒരു റിസർവ് അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ എന്ന രീതിയിൽ മെഡിക്കൽ ടീമിനെയും നേവി സജ്ജമാക്കി കഴിഞ്ഞു. ഇതുകൂടാതെ 11 മണിയോടുകൂടി തന്നെ ആദ്യം ഒരു കപ്പലും മരുന്നുകളുമായി കൊല്ലത്തേക്ക് യാത്ര തിരിക്കും. 2 കപ്പലുകളാണ് പോകുന്നത്. INS കബ്രയും INS കൽപ്പേനിയും 11:15 തന്നെ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് പുറപ്പെടും. തൊട്ടു പിന്നാലെ INS സുനൈനയും മെഡിക്കൽ സാമഗ്രികളുമായി സർജറി ചെയ്യണമെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുള്ള സാധനങ്ങളുമായി ഉടൻ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. മറ്റു വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ആവശ്യമനുസരിച്ച് സജ്ജമാണ്. ആവശ്യം വരികയാണെങ്കിൽ പുറപ്പെടാൻ തയ്യാറാണ് എന്നാണ് നേവി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പാണ് 2 ഹെലികോപ്റ്ററുകൾ മെഡിക്കൽ ടീമുമായി കൊല്ലത്തേക്ക് യാത്ര തിരിച്ചത്. ശരി സനൂപ്.
വെടിക്കെട്ടപകടത്തിൽ പരിക്കേറ്റവർക്ക് കൂടുതൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനായി കർണാടകയിൽ നിന്ന് പ്രത്യേക മെഡിക്കൽ സംഘം കേരളത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വെടിക്കെട്ട് അപകടത്തെ തുടർന്നുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രത്യേക മന്ത്രിസഭായോഗം ഉച്ചയ്ക്ക് 1 മണിക്ക് ചേരുമെന്ന വിവരവുമുണ്ട്. വിവരങ്ങളുമായി സജീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സജീഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരം? അജിംഷ, ഈ പ്രത്യേക മന്ത്രിസഭായോഗം അടിയന്തര മന്ത്രിസഭായോഗം ഇന്ന് 1 മണിക്ക് കൊല്ലം ഗസ്റ്റ് ഹൌസിലാണ് ചേരുക. വെടിക്കെട്ട് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണവും ഈ സഹായധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ തുടർ നടപടികളാണ് ഈ ക്യാബിനറ്റ് ചർച്ച ചെയ്യുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇക്കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രിസഭായോഗം പരിഗണിക്കും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉള്ളതിനാൽ തന്നെ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് പരിധിയുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതും മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. ദുരന്തത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ വേണ്ടി 10 മെഡിക്കൽ സംഘമാണ് ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക മെഡിക്കൽ സംഘവും കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ അപകടത്തിൽ മരിച്ച ആൾക്കാരുടെ മൃതദേഹങ്ങൾ പലതും ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ്. തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളതിനാൽ തന്നെ ആരെയൊക്കെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി DNA ടെസ്റ്റ് നടത്തേണ്ടി വരും. പക്ഷേ മംഗലാപുരം വിമാന ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ നടപടികളെല്ലാം തന്നെ മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ DNA പരിശോധന നടത്തണമോ അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകണമോ എന്ന കാര്യത്തിൽ കൂടി ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുക്കും. ശരി സജീഷ്. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 100-ലധികം പേരാണ് മരിച്ചത്. 105 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 200-ലധികം പേർ പരിക്കേറ്റ ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ സന്ദർശനം നടത്തി. വിവരങ്ങളുമായി റഹീസ് റഷീദുണ്ട്. റഹീസ്, എന്താണ് വിവരം? അമിത്ഷായുടെ സന്ദർശനം ഇപ്പോഴും തുടരുകയാണ്. രോഗികളുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരങ്ങൾ അദ്ദേഹം ഇപ്പോൾ ചോദിച്ചറിയുകയാണ്. അതിനുശേഷം മോർച്ചറിയിലുള്ള മൃതദേഹങ്ങളും അദ്ദേഹം സന്ദർശിക്കും. പിന്നീട് പുറത്തു വന്ന് മാധ്യമപ്രവർത്തകരെ കാണും എന്ന കാര്യവും അമിത്ഷായോട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 12 മണിക്ക് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി KG നദ്ദ ഈ സംഭവത്തിലേക്ക് ഇവിടെ എത്തുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1:30 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്ന വിവരമാണ് ഉള്ളത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ അത് വേണ്ട എന്നൊരു നിലപാടാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ സുരക്ഷയുടെ കുറച്ച് പ്രശ്നങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി എത്തില്ല എന്നാണ് കരുതുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും നേരെ കൊല്ലം ആശ്രമം മൈതാനത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതിനു ശേഷം സംഭവ സ്ഥലത്ത് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും അമിത്ഷാ രോഗികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി റഹീസ്. കൊല്ലം പരവൂരിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകുന്നേരം തിരുവനന്തപുരത്തെത്തും. സംഭവസ്ഥലം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക മന്ത്രിസഭായോഗം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തുടർ നടപടികൾ സ്വീകരിക്കാനുമുള്ള പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കൊല്ലം ആശ്രമം ഗസ്റ്റ് ഹൌസിൽ ചേരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ. വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം.